All right. So today we are continuing with the same topic that we have been studying. നമ്മൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തിരുന്ന ആ ടോപ്പിക്ക് തന്നെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് തന്നെ തുടരുവാൻ തക്കോണം എന്ന് താല്പര്യപ്പെടുന്നു. Sins that God hates. ദൈവം വെറുക്കുന്ന പാപങ്ങൾ. അപ്പം ഇതിനെക്കുറിച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. And I want to welcome all the guests, just may God's blessings be on you. So we are studying from Proverbs chapter 6 verses 16 through 19. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്നും അതേ ടോപ്പിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തക്കണം താല്പര്യപ്പെടുന്നു. Let me just read it for you. There are 6 things the Lord hates, 7 that are detestable to him: haughty eyes, a lying tongue, hands that shed innocent blood, a heart that devises wicked schemes, feet that are quick to rush into evil, a false witness who pours out lies, and a person who stirs up conflict in the community. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു: ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. So these are the things that God hates, and there's a list of 7 sins there. 7 പാപങ്ങളെക്കുറിച്ച് അവിടെ മൊത്തത്തിൽ പറയുന്നുണ്ട്. God hates sin because he doesn't want to separate from us, because sin separates us from him. It's not that he's simply saying that don't do this, I don't like it. That's not the way. ഇത് നീ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുമായിട്ടുള്ള ബന്ധം വേർപെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. He loves to fellowship with us. He loves to walk with us, and sin would separate us from him because he's a holy God. And also he hates sin because it deprives us of our joy. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം നഷ്ടപ്പെടും പാപം മൂലം. അതുകൊണ്ടാണ് ദൈവം പാപത്തെ വെറുക്കുന്നത്. The reason I just wanted to emphasize it again, because sometimes people would think God is a loving God, God is a compassionate God. Where this hate comes from? If you're loving, hate cannot coexist with love. സ്നേഹത്തോടൊപ്പം ഹേറ്റഡ് ഒന്നിച്ചു പോകുന്നൊരു സംഭവമല്ല. അതങ്ങനെ ദൈവം സ്നേഹമാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ ഹേറ്റഡ് ഉണ്ടാകുന്നത്? The reason is this: because he doesn't want to separate from us, and it deprives us of our joy, and it affects our destiny. That's why God is concerned. നമ്മളെങ്ങനെയാണോ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഏതെങ്കിലും രീതി കുഴപ്പമാകുമെന്ന് കണ്ടാൽ ആ കാര്യത്തെ നമ്മൾ ഏറ്റവും വെറുക്കുന്നുണ്ട്. കാര്യം ഇത് അവർക്ക് കുഴപ്പമുണ്ടാക്കും എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ചെയ്യുന്നത് പോലെ ദൈവം നമ്മുടെ ഡെസ്റ്റിനി എഫക്റ്റ് ചെയ്യുമെന്ന് കാണുമ്പോൾ he hates those things. Okay, so we looked at a couple of things. We looked at, in fact, 3 things that are said here: haughty eyes, that is prideful eyes; a lying tongue, we looked at that one, we studied that; and hands that shed innocent blood. So today we are going to look at verse number 18, the 4th sin that is mentioned here in this passage. ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്ന 4ാമത്തെ പാപമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. 18ാമത്തെ വാക്യം: എ ഹാർട്ട് ദാറ്റ് ഡിവൈസസ് വിക്കറ്റ് സ്കീംസ്. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. ഇതൊരു വലിയൊരു കാര്യമാണ്. ദിസ് ഇസ് സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ഹൃദയത്തെ ആരെങ്കിലും കാണുന്നുണ്ടോ? Can anyone see our heart? God can see, but no one can. Like I can scheme something and I can put up a smile on my face and stand there and execute my schemes that I planned. അപ്പം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉപായങ്ങൾ, വിക്കഡായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വെച്ച് അത് നടപ്പാക്കാൻ പറ്റും. ഒരു മനുഷ്യനും നമ്മുടെ മുഖത്തിൻ്റെ ഭാവം കണ്ട് മനസ്സിലാക്കാൻ വലിയ പാടാണ്. നമ്മളത് എസ്പെഷ്യലി നല്ലവണ്ണം അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ. ചില ആളുകൾക്ക് നല്ലവണ്ണം അഭിനയിക്കാൻ പറ്റും. ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്നുള്ളത് പുറമേ നോക്കിയാൽ മനസ്സിലാക്കാൻ വലിയ പാടാ.
It's really hard. What is in your heart? Just some people cannot understand, or some people are really good to hide those things. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഹേറ്റ് ചെയ്യുന്നു. God hates a heart that devises wicked schemes. നമ്മൾ ഈ ഉപായം ഒക്കെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാര്യം സാധിച്ച് എടുക്കാം. ഇങ്ങനെ ആക്ട് ചെയ്താൽ we could do something. And our heart is really good at it. നമ്മുടെ ഹൃദയം അതിന് കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തക്കവണ്ണം കരുത്തുള്ളതാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു സംശയമുള്ളൂ. നിങ്ങളുടെ മുഖത്തെ ഭാവം കണ്ട ശേഷം എനിക്ക് തോന്നുന്നു, thinking, is my heart that bad? Well, just that's a fact. That's a fact. If we are not careful, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും. ഇനി അതിന് മുന്നേ ഞാൻ ചോദിച്ചോട്ടെ, എന്താ ഈ ഹൃദയം എന്ന് പറയുന്നത്? വാട്ട് ഈസ് ആക്ച്വലി ഹാർട്ട്? Is it that, the fleshy thing that's the size, just beating all the time inside your chest? Is that the thing that is spoken about here? Your mind, okay? One person said your mind. What else? ഈ ഹൃദയം എന്ന് പറയുമ്പോൾ എന്തോ ഈ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഹൃദയത്തിനകത്തൊന്നും തിങ്ക് ചെയ്യാറില്ല. ഹൃദയത്തിനകത്ത് തിങ്ക് ചെയ്യുന്ന സംഭവങ്ങളൊന്നുമില്ല. ഹൃദയത്തിനകത്ത്, ഫിസിക്കൽ ഹൃദയത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു ദൈവം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹൃദയം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഹൃദയം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പം നമ്മൾ അതിനകത്ത് നമ്മളെ മൊത്തം, അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ബീയിങ്ങിനെ അതിനകത്ത് വരുത്തുന്നുണ്ട്. കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഹൃദയമില്ലാത്ത മനുഷ്യനായാൽ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ആ സ്ത്രീക്ക് ഒരു ഹൃദയവുമില്ല. Have you heard these kind of phrases that people use? Doesn't have a heart. There's no one without a heart. If your heart is not working, then that means what? You're done. You're done. പക്ഷേ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ മുഴുവൻ മനുഷ്യനെ, the whole being. It talks about our core. It talks about our whole being. Okay, so that is what the Bible is talking about. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. It comes our affection, it comes our thoughts, our desires, and it includes our motives, and it's a whole being. നമ്മുടെ മുഴുവൻ, നമ്മളെ മൊത്തമായി പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് മൊത്തമായിട്ട് കർത്താവിനെ ആരാധിക്കാനും പറ്റും. വിത്ത് മൈ ഹോൾ ഹാർട്ട് ഐ വിൽ വർഷിപ്പ് ഹിം എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ എന്നുള്ള അർത്ഥം, പൂർണ്ണ മനസ്സോടെ. സോ ഈ മനസ്സ്, ഹൃദയം എന്നൊക്കെ പറയുന്നത് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു ഉദ്ദേശ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മൊത്ത ബീയിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. സോ വി ആർ സപ്പോസ് ടു വാച്ച് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. Because if we got a sick heart, okay, both physically and talking in that figurative way, then we are in problem. അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിന് കുഴപ്പമുണ്ടെങ്കിലും, ഇവിടെ ഫിഗറേറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹോൾ ബീയിങ്ങിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഹൃദയത്തിനകത്താണെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ് അത്. But most of the time we care about our physical heart, right? നമ്മൾ ഒത്തിരി സൂക്ഷിക്കും, ആഹാരം കഴിക്കുന്ന സൂക്ഷിക്കും, വർക്കൗട്ട് ചെയ്യും, വി ടേക്ക് ദ മെഡിക്കേഷൻസ് ഓൺ ടൈം, ആൻഡ് വി ഡു എ ലോട്ട് ഓഫ് തിങ്സ് ടു കെയർ ഫോർ അവർ ഫിസിക്കൽ ഹാർട്ട്, ബിക്കോസ് വി തിങ്ക്, വി നോ ദാറ്റ് ഇഫ് സംതിങ് ഗോസ് റോങ് വിത്ത് അവർ ഹാർട്ട്, then we are done. We know the seriousness of it, right? നമുക്ക് എല്ലാവർക്കും അതിൻ്റെ സീരിയസ്നെസ് അറിയാം. നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കും ആ കാര്യം. പക്ഷേ how much we care about our whole being, because that's the same thing. If we mess up that, it's going to mess up everything, right? ഇത് നമ്മൾ മെസ്സപ്പ് ചെയ്താൽ എല്ലാ കാര്യവും മെസ്സപ്പ് ചെയ്യും.
And sometimes we can get sick in our hearts, okay? There is a scripture passage. It says, the heart is deceitful above all things and desperately sick. Who can understand it? ഇത് എവിടാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ, ഏത് സ്ക്രിപ്ചറാണ് ഇത് പറയുന്നത്? ഓക്കെ, അമ്മാവൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫ്രം ദ ബുക്ക് ഓഫ് ജെറമയ. ഓക്കെ, എനിബഡി എൽസ്? ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്ന്. It is in Jeremiah, okay? It is in Jeremiah. Because I asked because most of us would immediately think it's in Proverbs. Proverbs ആണെന്ന് പെട്ടെന്ന് നമ്മൾ തിങ്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. It is Jeremiah 17:9, okay? Mama, can you read? Jeremy, would you please give her the microphone? Yeah. Read it. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചു നോക്കിയ, ഹൃദയം എല്ലാറ്റിനെക്കാട്ടിലും കപടവും വിഷമവും ഉള്ളതെന്നാണ് എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് സിക്ക്, യുനോ, ബിയോണ്ട് വാട്ട് വി ക്യാൻ തിങ്ക്. ദാറ്റ്സ് എ തിങ്. നമ്മൾ അപ്പം ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകാവുന്ന ഒരു സ്ഥലമാണ് ഈ ഹൃദയം എന്ന് പറയുന്നത്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ it can bring a lot of trouble, okay? So we were going to look at the problems, okay, with the sick heart, with the problems, you know, just before we go deep into the schemes and stuff, okay? We just want to look at the problems, okay? The main issue is we can hide our heart from people, but we cannot hide from God. നമ്മുടെ ഹൃദയത്തെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 1 Samuel chapter 16 verse number 7. Who is going to read 1 Samuel chapter 16 verse number 7? Would you please lift your hands so we can give you the microphone? 1 Samuel chapter 16 verse number 7. Okay. സമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. This is you know, prophet Samuel, and we know what happened, you know, when he was at Jesse's house to pick the next king for the people of Israel. He comes across David's brothers and Samuel the prophet. You know, a man with great discernment. He looks at his brothers and he thought that they were the one. You know, one of them is going to be the king of Israel. And God tells him that, you know, man looks on the outward appearance, but the Lord looks at the heart. ദൈവം നോക്കുന്നത് എന്തുവാ? ഹൃദയത്തെ നോക്കുന്നു. നമുക്കറിയാം ഈ കഥ ഈ സംഭവം എവിടെ നടക്കുന്നതെന്ന് അറിയാം. ശമൂവേൽ പ്രവാചകന് ഇസ്രായേലിന് അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കേണ്ടതിന് വേണ്ടി ഇശ്ശായിയുടെ ഭവനത്തിൽ ചെന്നപ്പം നടന്ന സംഭവമായത്. അപ്പം ദാവീദിന്റെ സഹോദരന്മാരെ കണ്ടപ്പം ശമൂവേലിന് തോന്നി ഇതായിരിക്കും. അപ്പം ദൈവം ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എന്താ പറയുന്നത്? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. അപ്പം നമ്മൾ ഈ ഒത്തിരി പുറമേ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടല്ലയോ? കാര്യം മനുഷ്യൻ നോക്കുന്നത് അതായതുകൊണ്ട് നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ പ്രശ്നം എന്തോന്ന് ചോദിച്ചാൽ ദൈവം പുറമേ ഉള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. പുറമേ ഉള്ള കാര്യങ്ങളൊന്നും ദൈവം നോക്കുന്നില്ല. മനുഷ്യനാ പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഇറ്റ് ഈസ് man who looks on the things that are, you know, that are seen or that's pleasant to their eyes. കണ്ണിന് കൊള്ളാവുന്ന കാര്യങ്ങൾ നോക്കുന്നത് മുഴുവൻ മനുഷ്യനാണ്. നമ്മുടെ ഈ രണ്ട് if you look at both this entity, if I put it that way, you know, God and man, നമ്മുടെ ഈ പെർസ്പെക്റ്റീവേ ഡിഫറെൻ്റാ. കാര്യം നമ്മളെല്ലാം പുറമേ ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പുറമേ ആണെങ്കിൽ എല്ലാം ഓക്കെ ആണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. if you know they come to church, if they participate in some of the things and if they get good grades in the school, then we think what?
ഹീസ് ഓക്കെ, ഹീസ് ഫൈൻ. കാര്യം പുറമേ ഉള്ള നല്ല കാര്യമാണ് കണ്ടത്. ദോസ് തിങ്സ് ആർ ഗുഡ്, ബട്ട് വി ഡോണ്ട് put stuff to build their heart really good. അവരുടെ ഹൃദയം നല്ലവണ്ണമായിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ്. നമ്മുടെ തന്നെ ഹൃദയത്തെ നമ്മൾ പലപ്പോഴും സൂക്ഷിക്കാറില്ല. കാര്യം നമ്മൾ ഈ ഔട്ട്വേർഡ്ലി ഉള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. വി ഓൾ ലുക്ക് just how things are, just appearance level, how it is. That's what we look. But God looks at our heart. So the very problem is, ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അകമയുള്ള കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് നമ്മൾ അകമയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കുന്നെന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ സീക്രട്സ് എല്ലാം ദൈവത്തിന് അറിയാം. Someone can read Psalm number 44 verse number 21. സങ്കീർത്തനം 44:21. Can someone okay? Psalm 44:21. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. God knows the secrets of our heart. നമ്മൾ ഡിവൈസ് ചെയ്ത് വരുമ്പോഴത്തേന് മറ്റുള്ളവർ അറിയത്തില്ലായിരിക്കും. നമ്മുടെ ഹൃദയത്തിലെ സീക്രട്ടുകളെല്ലാം ദൈവത്തിന് അറിയാം. എന്നിട്ട് ഈ സീക്രട്ടൊക്കെ നമ്മൾ വെച്ച് നമ്മൾ ദൈവസന്നിധി വന്നു നിന്ന് വെച്ച് ചിലപ്പം, കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, കർത്താവേ അങ്ങൻ്റെ ഹൃദയം അറിയുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. It's so much hypocritical, We come before God and we tell us all these things, who knows everything. നമ്മളെക്കുറിച്ച് മൊത്തം അറിയാവുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നേച്ച് നമ്മൾ ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കേ. നമ്മളോട് ആരെങ്കിലും, നമുക്ക് നല്ലവണ്ണം അറിയാം ഈ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയാം, നമ്മുടെ മുന്നിൽ വന്ന് they put up a good appearance and tries to appeal to us with good words. What would you think in your heart? നമ്മുടെ ഹൃദയത്തിൽ എന്തായിരിക്കും തോന്നുന്നു ഒരാൾ അങ്ങനെ വന്ന് നമ്മളോട് ഇടപെട്ടാൽ? നമുക്കറിയാം ഈ പുള്ളി എന്നാ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. പക്ഷെ നല്ല വാക്കുകളൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിച്ച് നല്ലവണ്ണം പറഞ്ഞ് ഒരു ഇംപ്രഷനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പറയും, അമ്പട കള്ള, നിന്റെ പണിയെല്ലാം എനിക്കറിയാം. We would just say, we would at least just think about it. Now we come before God without even thinking this. He knows the secret of our heart. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ദൈവം അറിയുന്നു. അടുത്ത പ്രശ്നം, ഈ ഹാർട്ടിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, the next thing is what comes in our life is determined by how our heart is. നമ്മുടെ ഹൃദയം എന്താണോ, ഫിസിക്കലി അങ്ങനെ തന്നെ. ഹൃദയം വീക്ക് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? അതിനനുസരിച്ചായിരിക്കും ലൈഫ് മൊത്തത്തിൽ പോകുന്നത്, ഹൃദയം വീക്ക് ആണെങ്കിൽ. In the same way, അതേപടി തന്നെ, if our heart is not in good condition, that means the rest of our life is going to be affected. So that's the problem. We have to take care of our heart. Okay? Proverbs 23:7 വായിക്കുമ്പം, സദൃശവാക്യങ്ങൾ 23:7 വായിക്കുന്ന ഉടനെ കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണെങ്കിലും, as a man thinketh in his heart, so is he. As a man thinketh in his heart, so is he. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് നമ്മൾ. Proverbs 4:23. ആർക്കെങ്കിലും 4-ാം അധ്യായം സദൃശവാക്യം 4:21. Proverbs 4:23. Someone got the microphone there. Read it. Proverbs 4:23. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. Above all else, guard your heart, for it is the wellspring of life. So how your heart is, that's how your life is going to be. അപ്പൊ ഈ പല പ്രശ്നങ്ങളുടെയും കാരണം എന്താ? ഇനി ഒന്ന് പറഞ്ഞേ. ഈ വാക്യത്തെ ബേസ് ചെയ്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാര്യം എന്താ? കുഴപ്പമുള്ള ഹൃദയം. അതുകൊണ്ടാ കുഴപ്പമുള്ള ഹൃദയമാണ്. Let me just put it this way. When we go through hardships, what comes in our mind? നമ്മൾ പ്രശ്നത്തിനകത്തോടെ പോകുന്ന എന്തൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരാം? കംപ്ലൈൻസ് ഉണ്ടാകാം,
murmur ചെയ്യാം, and we can make our life more miserable by talking about it and thinking about it and always ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് നമ്മുടെ ലൈഫ് ശരിക്കും മെസ്സപ്പ് ചെയ്യാൻ പറ്റും, അല്ലേ? Now I want you to think about Apostle Paul. He was in the jail. ജയിലിനകത്ത് കിടക്കുന്ന സമയം നമുക്കറിയാം. നമ്മൾ ഇന്നത്തെ പോലുള്ള ജയിലൊന്നുമല്ല. ഇന്നത്തെ ജയിലിൽ സുഖ പരിപാടിയാണ്. ഫ്രീ ഇൻ്റർനെറ്റ്, ഫ്രീ ഫുഡ്, you get a lot of stuff and you can have friends there and gangs there, enjoy all those things, okay? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് അങ്ങനല്ല. You cannot even stand up properly. If you had to stand up, it is really hard because the ceiling is very low. അന്നത്തെ സമയത്ത് ഈ മേക്കൂര അല്ലെങ്കിൽ ഇവർ കിടക്കുന്ന ഈ മുറിയുടെ വലിപ്പം തന്നെ വളരെ ചെറുതാണ്. ഒന്ന് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്തുവാ? എപ്പോഴും സന്തോഷിപ്പൻ. ഹി വാസ് എ മാൻ ഫിൽഡ് വിത്ത് ജോയ്. അപ്പൊ സിറ്റുവേഷൻ ആണോ ഹൃദയത്തിനാണോ പ്രശ്നം? ഹൃദയത്തിനാ പ്രശ്നം. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാനും ഏത് സാഹചര്യത്തിലും നമുക്ക് നിവർന്നു നിൽക്കുവാനും പറ്റും നമ്മുടെ ഹൃദയം സ്ട്രോങ് ആണെങ്കിൽ. നമ്മുടെ ഹൃദയത്തിനകത്ത് നാം ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വാച്ച് ഓവർ യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ് ഫോർ ഫ്രം ഇറ്റ് ഫ്ലോസ് ദ സ്പ്രിങ്സ് ഓഫ് ലൈഫ്. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. അപ്പം ഈ റിയാലിറ്റി നമ്മൾ ഒരിക്കലും വലുതായിട്ട് മനസ്സിലാക്കാറില്ല. Then we think that my problems are because of this person, because of that person, because of this situation. എൻ്റെ ഈ സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇവരാണ് എൻ്റെ പ്രശ്നത്തിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പഴി ചാരുന്നവരായിട്ട് തീരുക. പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ല. So if we are not careful, this can be a problem. Our life would be affected. Okay? And then we read, in this passage that God hates a heart that devises wicked schemes. That means really ഒരു sick heartനെ ഇങ്ങനെ wicked schemes ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ദുരുപായം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നേരെ അല്ലാത്ത ഹൃദയമുള്ളവർക്കേ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെ ചതിക്കണം? ഓക്കെ? there are a lot of people. അവർക്ക് ആർക്കെങ്കിലും ഒന്ന് പാര വെച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അന്നത്തെ ദിവസം, ഇത് വെറുതെ പറയുന്നൊരു ഫ്രൈസ് അല്ല, അന്നത്തെ ദിവസം അവർക്ക് ഉറങ്ങാൻ ഒക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കുഴി കൊണ്ട് ചാടിച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല. ദാറ്റ്സ് എ സിക്ക് ഹാർട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ കുഴപ്പമാണ്. Now, let me just move a little bit on the behavioral science and the modern society. What do they say? Behavioral scientism, അതുപോലെ ഉള്ള മോഡേൺ സൊസൈറ്റി, നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ സൊസൈറ്റിയിൽ എന്താ അവർ പറയുന്നത്? Why people are behaving this way? അവരെന്തൊക്കെയാണ് പറയുന്നത്? Can someone help me? അവൻ വളർന്നു വന്ന ആ സാഹചര്യം അങ്ങനെ എല്ലാ പ്രശ്നവും കൊണ്ടുവന്ന് സാഹചര്യത്തിൻ്റെ പുറത്ത് ഇടും. And the bad environment, they say, the injustice that they've faced in their life, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നീതിയല്ലാത്ത പല കാര്യങ്ങളും അവർക്ക് സംഭവിക്കുന്നു. And then people say that the economic inequity, inequality, that's a ring. They don't have money, and that's causing all this issue, and they are prompted or they are forced to steal and do stuff like that, and broken homes. നമ്മൾ എല്ലാവരും പറയാറുണ്ട്, അമ്മ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അപ്പനില്ല. Behavioral science and our modern society put all the blame on all these kind of things. ഇതാണ് പ്രശ്നം, എല്ലാത്തിൻ്റെയും കാരണം ഇതാണ്, ബ്രോക്കൺ ഹോംസ് ആണ് എന്നെല്ലാം അവർ പറയാറുണ്ട്. പക്ഷേ ട്രൂത്ത് അതാണോ ശരിക്കും പറഞ്ഞാൽ? അല്ല. ബ്രോക്കൺ ഹോംസിൽ നിന്ന് നല്ല ഡിസിഷൻ എടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയും നല്ല രീതിയിൽ എത്തുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. There are a lot of people who come, they come from broken homes, but they make the right choice and they, just do well in their life.
There are a lot of people who go through a lot of issues in their life. Their circumstances are so bad. Still, they make the right choice. So it has to do with our heart. And God calls it sin. ദൈവം അതിനെ വിളിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ പാപമാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം. Whatever the society wishes to call it, the real problem is sin in our heart. നമ്മുടെ ഹൃദയത്തിലുള്ള പാപമായതിൻ്റെ എല്ലാം കാരണം. ഈവൻ വെൻ യു ഡിവൈസ് സംതിങ്, ഓക്കെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിവൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ ദുരുപായം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ? Sin inside our heart. Sin is still there. നമ്മുടെ ഹൃദയത്തിൽ പാപം ശരിക്കും പറഞ്ഞാൽ വാഴുക. അതുകൊണ്ടാണ് ഇതിലോട്ട് ഇങ്ങനെ പോകുന്നത്. ഇഫ് ഐ പുട്ട് ദ വേർഡ് ദാറ്റ് വേ, പാപം നമ്മുടെ ഹൃദയത്തിൽ വാഴുകയാ. അതാ എൻ്റെ കാരണം. നമ്മുടെ ഹൃദയത്തിൽ ആരാ വാഴേണ്ടത്? Christ should reign in our hearts. But instead of that, sin is reigning and sin got control over us. നമ്മുടെ ഹൃദയത്തിൻ്റെ മേലെ അങ്ങനെ വരുന്നത് കൊണ്ടായി പ്രശ്നം. ഓക്കെ, അപ്പം കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 15 verse number 19. Matthew chapter 15 verse number 19. Who is going to read? I want someone to read from this side. ഈ ഭാഗത്തുനിന്ന് ആരും വായിക്കുന്നില്ല. Who's going to read? Matthew 15 verse number 19. Okay. Oh, okay. Someone. Matthew chapter 15 verse number 19. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ഇത് കർത്താവിന്റെ വാക്കുകളാ. Look at the words of Jesus. For out of the heart comes evil thoughts, murder, adultery, sexual immorality, theft, false testimony, slander. ഇതെല്ലാം എവിടുന്ന് വരുന്നതെന്നാ പറഞ്ഞത്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പുറത്ത് ആക്ഷൻ നടക്കുന്നതിന് മുന്നേ ഇതെല്ലാം എവിടുന്നാണ് വരുന്നത്? ഹൃദയത്തിനകത്തു നിന്നാണ് വരുന്നത്. So it's in our heart. So if we can handle our heart, we have good handle over our life. നമ്മുടെ ഹൃദയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ, നേരെയുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കൊണ്ട് സാധിക്കും. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഉപായം അല്ലെങ്കിൽ ദുരുപായം ഹൃദയത്തിനകത്ത് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹൃദയത്തിനകത്ത് പാപം. ഇറ്റ്സ് ബിക്കോസ് ഓഫ് സിൻ. ആൻഡ് സം പീപ്പിൾ are really good at it. They can plan any kind of wicked things. Just they can mess up someone's life. They can mess up anybody who is with them. And they find joy in that thing. അവരതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. And that shows how much they need help, to get that sin out of their life. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പം, we may come across people, maybe we have issues, നമ്മളിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഹൃദയത്തെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. റിയലി ഹാർട്ട് കീപ്പിംഗ് is more like housekeeping. Let me just say that thing. Heart keeping is more like housekeeping. നമ്മൾ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഹൃദയത്തെ സൂക്ഷിക്കുന്ന പരിപാടി ഇത് ഒരേപടിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ തകൃതിയായിട്ട് ക്ലീനിങ് ആയിരുന്നു. ഞാനില്ലായിരുന്നെങ്കിലും കുഞ്ഞുങ്ങൾ ഒരറ്റം മുതൽ ഒരറ്റം വരെ ക്ലീനാക്കിയ കാര്യം. അമ്മ പോയതുപോലെ തിരിച്ചു വരുമ്പം അവിടെ എല്ലാം അതേപടി കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി 2 ആഴ്ച ഞങ്ങളതെല്ലാം അവിടെ എല്ലാം ഇട്ടു. പക്ഷേ ഇന്നലെ ഞങ്ങളെല്ലാം ക്ലീനാക്കി. ഇന്ന് പുള്ളിക്കാരി വരുന്ന ഉടനെ the house is so clean. All right? The house is so clean. അപ്പം there was a lot of effort happening. So what I did the other day was, I just, we have a big, a board where we could write down. So I just wrote all the steps. Okay, this is what you need to do. Start doing this,
and you're doing this and you're doing this, just I assigned them, and they went through the process. They went through the process, and the house is clean. അപ്പോൾ കുഞ്ഞുങ്ങൾ ആ എഴുതി കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം അതേപടി ചെയ്തപ്പം വീട് ഇതേപടി തന്നെ ഹൃദയം. We have to take some steps. Some people assume that everything is going to be okay. ഈ ഹൃദയത്തിനകത്ത് ഇത്രയും സിക്നസ് നമ്മൾ കണ്ടാലും ഈ സിംറ്റംസ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. വീട്ടിൽ സന്തോഷമില്ല, our married life is not really good. Our relationship with other people are not good. വീട്ടിനകത്ത് സമാധാനമില്ല. There is no peace in the family. Bible says that, out of our heart forms or brings out, out of our heart comes the springs of life. നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ജീവൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്, പക്ഷേ ജീവൻ്റെ അനുഭവങ്ങളൊന്നുമില്ല. അപ്പം എന്തോ ശരിയാക്കേണ്ടത്? ഹൃദയം ശരിയാക്കാനുള്ള, വൃത്തിയാക്കാനുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ the way that we pay attention to our physical heart, we have to pay attention to our spiritual being. അല്ലെങ്കിൽ നമ്മുടെ ഫിഗറേറ്റീവ് വേയിൽ നമ്മുടെ ഹോൾ ബീയിങ്, അല്ലെങ്കിൽ നമ്മളതിന് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? ഡു വി റിയലി വർക്ക് ഹാർഡ് അറ്റ് ഇറ്റ്? Do we really, just pay attention to how our heart is? നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? Sometimes we don't. That's the truth. Sometimes we don't. Basically, ഈ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത് നമ്മൾ എന്തു അകത്തോട്ട് ഇടുന്നതെന്നുള്ളതനുസരിച്ചാണ് ഇതിനകത്തുനിന്ന് എന്തുവാ പുറപ്പെട്ടു വരുന്നത്. ഞാൻ ഈ വിവാഹത്തിൻ്റെ ക്ലാസ്സസൊക്കെ എടുക്കുമ്പം ഭാര്യമാരെക്കുറിച്ചും ഞാൻ പറയാറുണ്ട് ഇങ്ങനെ. If you look at them, women have a special nature, a special capacity that God has given them. ദൈവം അവർക്ക് കൊടുത്തേക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കപ്പാസിറ്റിയാണ്. Whatever we give, they bring out more. അല്ലേ? ഉള്ളി, ഉരുളൻകിഴങ്ങും മുളകും ഇതെല്ലാം കൊണ്ടുവന്ന് അവർക്ക് കൊടുത്താൽ കുറച്ച് കഴിയുന്ന പറഞ്ഞേ ഒന്നുകിൽ അത് സാമ്പാറായിട്ടോ, അതല്ലെങ്കിൽ കുറച്ച് കഴിയുന്ന പറഞ്ഞേ നമുക്ക് നല്ല മെഴുക്ക് വരട്ടിയായിട്ടോ ഒക്കെ കിട്ടും. അല്ലയോ? കിട്ടുമോ കിട്ടത്തില്ലേ? നിങ്ങൾ പറ. കിട്ടും. Same thing with any, procreation. You do a little act, afterwards you get a baby, They can bring out something. അപ്പം തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നത് എന്നോ ആട്ടും തുപ്പും, എന്നിട്ട് പരാതി പറയുക, എൻ്റെ കുടുംബജീവിതം നേരെയല്ല, നമ്മൾ കൊടുത്തത് തെറ്റിപ്പോയത് കൊണ്ടാണ്. We have to be very, very careful what we put in. Just like that. Our heart is also like that. Whatever we put in, that's what it is going to bring it out. And when it comes out, it's not the same amount. അങ്ങോട്ട് ഇട്ടത് അത്രയായിട്ടല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന പറഞ്ഞേ അതിൽ കൂടുതലാണ്. ഞാൻ സൗകര്യമാരുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങോട്ട് കൊടുക്കുന്നത് ഒത്തിരി ഇരട്ടിയായിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പം അതേപടി തന്നെ നമ്മുടെ ഹൃദയം, നമ്മുടെ അകത്തോട്ട് എന്തുവാന്നോ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് പുറത്തോട്ട് വരുന്നത്. The devil would come and try to put all kinds of thoughts in us. Can we stop it? Can we stop it? പിശാച് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി ചിന്തകൾ കൊണ്ടുവരും. അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? പിശാചിനെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ചിലർ വിചാരിക്കുന്ന ഭയങ്കരമായിട്ട് ശാസിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്താൽ പിശാച് നമ്മുടെ സൗണ്ട് കേട്ട് ഇല്ലെന്നേ. നമ്മൾ കിടന്ന് ഉറക്കെ അലയ്ക്കാവും, നമ്മുടെ തൊണ്ടയിൽ വെള്ളം വറ്റാമെന്നുള്ള അല്ലാണ്ട് നമുക്കവനെ റെസിസ്റ്റ് ചെയ്യാം. പക്ഷേ അവനെ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഹി വുഡ് ബ്രിങ് ഇറ്റ് ബാക്ക് അഗൈൻ. അവൻ പിന്നെ അത് കൊണ്ടുവരും, അതിന് യാതൊരു സംശയവും ഇല്ല. Martin Luther said something like this: you cannot stop the birds flying over your head, but you can keep them from building a nest in your hair. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ കിളികൾ പറക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ?
പക്ഷെ നമുക്ക് നമ്മുടെ തലയെ കൊണ്ട് കൂട് വയ്ക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സോ ഡോണ്ട് ബ്രൂഡ് ഓൺ, ഡോണ്ട് ജസ്റ്റ് സിറ്റ് ഓൺ ദോസ് തോട്ട്സ്. ഈ തോട്ട്സ് വന്നു കഴിയുന്നുണ്ടെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പല ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതാ. നമ്മൾ ഈ തോട്ട്സ് വരുന്ന കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, യു നീഡ് ടു നോ ഹൗ ടു അപ്ലൈ ദ ബ്രേക്ക്, വെൻ ടു അപ്ലൈ ദ ബ്രേക്ക്. ഈ തോട്ട്സ് വരുന്നുണ്ടെ ഞാൻ അതിനെ എൻ്റർടൈൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോകാൻ നമ്മൾ പഠിക്കണം. All these things happen because we don't take care of our heart. We don't pay attention to our heart. We don't care much about our heart. We just pay attention to a lot of things, that we see outwardly. നമ്മൾ പുറത്ത് കാണുന്ന ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ അകത്ത മനുഷ്യനെക്കുറിച്ച് നമ്മൾ വലിയ ശ്രദ്ധയൊന്നും ഇല്ല. അതിങ്ങനെ അങ്ങ് നടക്കുമെന്നാണ് നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്നത്. So, understand that God hates a heart that devises wicked schemes. In other words, a problem heart, because out of it comes all kinds of evil things. And Jesus said, murder, it comes, even evil thoughts, evil schemes. That's what it means. Out of it comes murder, adultery, sexual immorality, all falsehood. It comes from inside our heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. In 2 Corinthians chapter 10 verse number 5, 2 Corinthians 10 verse number 5, 2 Corinthians 10 5 വാക്യം ആരാ വായിക്കുന്നത്? I know that ഇവിടെ രണ്ടുപേരും നേരത്തെ കൈപൊക്കിയായിരുന്നു. അങ്കിൾ give to Samachande. Sam Matthew. 2 Corinthians 10 verse number 5. അവയാൽ ഞങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർന്ന വാദങ്ങളെയും തകർത്ത് കളയുകയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുകയും ചെയ്യും. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുകയും ചെയ്യും. So bringing our thoughts into captivity, that is really important. We demolish arguments and every pretension that sets up against the knowledge of God, and we take captive every thought to make it obedient to Christ. ക്രിസ്തുവിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ തോട്ട്സിനെ എല്ലാം എന്താണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺട്രോൾ വേണം. അപ്പം നമ്മൾ അകത്തോട്ട് കൊടുക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒത്തിരി സീരിയലുകൾ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് അമ്മായിമ്മ മരുമോളെ തറയിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. മരുമോളെ തിരിച്ച് ഇവർ രണ്ടു കൂട്ടരോട് ഈ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ ഒരു 10 ഇരട്ടി ആ വീട്ടിൽ സംഭവിക്കും. കാര്യം ഈ കഥകൾ ഇങ്ങനെ അകത്തോട്ട് കൊടുക്കുക. യു ആർ ഫീഡിങ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ യുവർ മൈൻഡ്. ആൻഡ് ദെൻ യു റിമെമ്പർ വാട്ട് ഐ സെഡ്, ആ സെയിം എമൗണ്ട് അല്ല തിരിച്ചു വരുന്നത്. അൺഹാപ്പി ആയിട്ടുള്ള തോട്ട്സ് എപ്പോഴും നമ്മൾ എൻ്റർടൈൻ ചെയ്യുക. ഡു യു തിങ്ക് ലൈഫ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പി? നോ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി. It's not going to be, because we are feeding a lot of things, wrong things. അപ്പം സ്കീം ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ നമ്മുടേതായിട്ട് ഏറ്റെടുത്തേച്ച് have you ever tried that thing? Have you ever went through this? Like somebody else got problem and you just assume that you are facing that same problem and you are making plans in your heart. It's not your problem at all. നമ്മുടെ പ്രോബ്ലമേ അല്ലത്. കുറച്ച് പേരൊക്കെ ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓണസ്റ്റ് ആ കാര്യത്തിനകത്ത്. മറ്റുള്ളവരുടെ പ്രശ്നമാണ്, പക്ഷെ നമ്മൾ മനസ്സിനകത്ത് ചിന്തിച്ച് പ്ലാൻസ് തയ്യാറാക്കുക. ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അസ്. നമ്മളോട് കാര്യം, വി ആർ എൻ്റർടൈനിങ് ദോസ് തിങ്സ് ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു കം ഔട്ട് ഇൻ അനദർ വേ. ഇറ്റ്സ് ഗോയിങ് ടു കം ഔട്ട് ഇൻ അനദർ വേ. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യു ഹാവ് ടു സേ ദാറ്റ് ഐ ആം നോട്ട് ഗോയിങ് ടു think about it. Take a break. Get up from that place. If you are sitting somewhere, get up from that place. That's a practical thing that I want to tell you. And do something else immediately. അന്നേരെ പോയി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഈ തോട്ട്സ് വരുന്നോടനെ മുമ്പേ പറഞ്ഞോളൂ, കൂട് കെട്ടാൻ സമ്മതിക്കരുത്. ഒരു ചെടിയിൽ അല്ലെങ്കിൽ ഒരു മരത്തേൽ
ഒരു കിളി കൂട് വയ്ക്കാൻ വരിക? ആ മരം ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്ന അത് കൂട് വയ്ക്കൂ? ഇല്ല. It won't. So we have to do something like that. We have to bring it, to captivity. Every thought in obedience to the Lord Jesus Christ. നമ്മൾ അകത്തോട്ട് എന്തുവാ കൊടുക്കുന്നതെന്നുള്ള വളരെ ശ്രദ്ധിക്കണം. ബിക്കോസ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഗാഡ് ഹേറ്റ്സ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ബ്രിങ്സ് ലൈഫ് ടു us. ദിസ് ഇസ് സംതിങ്, our heart is really important because he knows the secrets of our heart. So we have to pay attention how we handle, how we keep our heart in a healthy way. So Philippians chapter 4 verse number 8. Give it to Uncle Joseph. Philippians chapter 4 verse number 8. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മളിങ്ങനാണോ ചിന്തിക്കുന്നത്? ദൈവമക്കളോട് പറഞ്ഞേക്കുന്നതാണ് സത്യമായതൊക്കെയും ഘനമായതൊക്കെയും എന്ന് പറഞ്ഞാൽ വല്ല വെയിറ്റുള്ള സംഭവം, അതാ ഘനമെന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ലാത്ത ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലെങ്കിൽ വിട്ടുകളയാനാണ് പറഞ്ഞേക്കുന്നത്. ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നിട്ട് 9ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, let me just say, read it for you. Whatever you have learned or received or heard from me or seen in me, put it into practice. നിങ്ങൾ എന്നെ കണ്ട കാര്യങ്ങൾ, ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അടുത്ത വാക്യം പറയാം, ആൻഡ് ദ ഗാഡ് ഓഫ് പീസ് വിൽ ബി വിത്ത് യു. എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൈവം, I hope that you understand the connection. God hates really a sick, untreated heart. That's what I would say. And he wants to keep away. But when you do the right thing, he wants to walk with you. He wants to walk with you. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായത്, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ദൈവം ഹേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉപായികൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ schemers, just because it shows your heart. And if you have some issue like that, make sure you correct those things. അത് കറക്റ്റ് ചെയ്ത് ദൈവം ഇഷ്ടപ്പെടുന്ന വേയിലേക്ക് ആയി തീരണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. Do you have any questions on this topic? I would like to answer a couple of them. And if you have, we got a few more minutes. Any questions on? Okay, I hope നിങ്ങൾക്കെല്ലാം മനസ്സിലായി. അല്ലെങ്കിൽ still you are digesting on, just what I said. Well, remember this thing. It's not a one-time thing. ഈ ക്ലീനിങ് എന്ന് പറയുന്നത് വൺ ടൈം അല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ വീട് നല്ല വൃത്തിയായിട്ട് കിടക്കുക. 2-3 days later, if you come, it's not going to be. It's not going to be. So if you have to keep it that way, you have to keep cleaning. Every time we have to think, we have to look at our heart. When you see a symptom, നമ്മളൊരു സിംറ്റം കാണുമ്പം ഞാൻ എന്താ അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും തിങ്ക് ചെയ്യാറുണ്ടോ? നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന തോട്ട്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഐ ഹാവ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത്, I'm a pastor. ചില സമയത്ത് ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് കാണിക്കുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് പെട്ടെന്ന് വല്ലാത്ത ദേഷ്യം വരുന്നു. ഉടനെ തിങ്ക് ചെയ്യേണ്ട കാര്യം, why did that happen? അതെന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടായത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തത്? എക്സാമിൻ യുവർ ഹാർട്ട് ആൻഡ് ഫിക്സ് ഇറ്റ്. അത് ഫിക്സ് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യം. സോ ഇറ്റ്സ് എ ഓൺ ഗോയിങ് പ്രോസസ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ
അതിനെ വൃത്തിയാക്കി എടുക്കേണ്ട ജോലി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യമായത്. സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന ഉടനെ ഒത്തിരി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുവാൻ തക്കണം താല്പര്യപ്പെടുന്നു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ പ്രായമായി വരുന്നുണ്ട്. നിങ്ങൾ പ്രായമായൊരു ദയവേത് എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ അങ്ങനൊന്നും അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ സാധാരണ ഗതി പ്രായമായി വരുമ്പം മക്കളൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്, ഭയങ്കര മൂശേട്ടയാണ്, ഭയങ്കര മൂശേട്ടയാണ്. ഏനോ ചില കൊച്ചുമക്കൾ പറയും, മമ്മി അതേപടി ബിഹേവ് ചെയ്താ എന്ന് പറഞ്ഞാൽ വല്യമ്മച്ചിയെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലെങ്ങും മമ്മിയെ കയറ്റത്തില്ലെന്നുള്ള കാര്യം ഓർത്തോണം. തമാശയ്ക്ക് പറയുന്ന കാര്യം, ദേ ഹാവ് സീൻ സംതിങ്. വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഓവർ ദി ഇയേഴ്സ് നമ്മൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്തില്ല. ഓവർ ദി ഇയേഴ്സ് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പാപത്തെ നമ്മൾ കളഞ്ഞില്ല. ഈ ചിന്തകളെല്ലാം കൂടെ വന്ന് then after some time what happens is our body is weak. നമ്മുടെ ബോഡി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോകുന്നില്ല. lot of issues ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് then you would see all those things coming out. നമ്മൾ ഒരു ദിവസം വീട് ക്ലീൻ ആക്കിയില്ല, അന്നത്തെ ദിവസം ഓക്കെ ആയിരുന്നു. രണ്ടാമത്തെ ദിവസം ക്ലീൻ ആക്കിയില്ല, അന്നത്തെ ദിവസം it looked okay, almost like when you cleaned it. Couple of weeks later you come back into your house and your house seems so dirty. Okay? കാര്യം എന്തുവാ? ആ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചാണോ? Did that happen in that just one day? No. It happened over a period of time because you did not clean. You did not filter. You did not, you did not, just work on it. That's the reason. നമ്മൾ വർക്ക് ചെയ്തില്ല കാര്യത്തിൽ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും എസ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും ബാഡ് സിംറ്റംസ് കണ്ടാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു. നമ്മൾ നിശ്ചയമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ദേഷ്യം വരുള്ളൂ, നമ്മൾ ചിലപ്പോൾ പുറത്ത് പ്രകടിപ്പിച്ച് കാണത്തില്ല. Think about, why did I do that? Why did I was so upset? Why did I got so mad? Why am I scheming this way? Why am I thinking this way? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത്? Then think about what you're putting in. എന്തു അകത്തോട്ട് ഇടുന്നതെന്നുള്ളത് നോക്കണം. അകത്തോട്ട് ഇടുന്നത് എന്തുവാന്നുള്ളത് നോക്കണം. അപ്പോൾ അത് നമ്മൾ കൈകാര്യം ചെയ്താൽ നമ്മുടെ ഹൃദയം ശുഭമായിരിക്കും. Throughout our life we would be able to enjoy good things, or we would really appreciate everything that comes in our life, and we would give glory and honor to the Lord. Okay, we'll close here.